അങ്ങനെയാണ് കേസ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മന്ത്രി കെ ബി ഗണേഷ്കുമാറും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇവിടെ പ്രതികളെന്ന് പറഞ്ഞത്. നമസ്കാരം. പിണറായി സർക്കാരിന്റെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ കേസന്വേഷണം കട്ടവനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ടവൻ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ടവന്റെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് കണ്ടവനെ അകത്താക്കുക എന്നുള്ളതാണ്. ഇവിടെ 5 ചെറുപ്പക്കാർ അപകടത്തിൽ മരിച്ച കേസും നവീൻ ബാബുവിന്റെ കേസും ഒക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നവീൻ ബാബുവിന്റെ കേസ് നമുക്കറിയാം. നവീൻ ബാബു മരണപ്പെട്ടു. അതിന് കാരണക്കാരിയായ ആളെ സംരക്ഷിക്കാൻ കുറെ നോക്കി. പിന്നെ നവീൻ ബാബു അതിൽ കുറ്റക്കാരനാണോ, നവീൻ ബാബുവിന് കൈക്കൂലി ഉണ്ടോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അത് വേറെ കേസാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയാൽ ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ, ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ മറ്റുള്ളവരുടെ മണ്ടയിൽ ചാരി, മറ്റുള്ളവരുടെ മണ്ടയിൽ കുറ്റം ചാർത്തിക്കൊണ്ട്, പറ്റുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ മണ്ടയിൽ കുറ്റം ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. അത് അവസാനത്തെ കഥ, നവീൻ ബാബുവിന്റെ കേസ്. ഇതിനു മുമ്പ് ഒരു 8 മാസം മുമ്പ് നടന്നതാണ് തിരുവനന്തപുരത്തെ കഥ. യദു എന്ന ചെറുപ്പക്കാരൻ, അയാൾ ഓടിച്ചിരുന്ന ബസിന്റെ മുന്നിൽ വാഹനം കൊണ്ടുവന്ന് വിലങ്ങനെ നിർത്തി, ഒരു വാഗണർ കാറ് കൊണ്ടുവന്ന് വിലങ്ങനെ നിർത്തിയ ആ ചുവന്ന കാറ് CCTV ദൃശ്യങ്ങളുടെ ഞാനും കണ്ടു, നിങ്ങളും കണ്ടു, ലോകത്തുള്ള മുഴുവൻ മലയാളികളും കണ്ടു, മലയാളം അറിയുന്ന മുഴുവൻ ആൾക്കാരും കണ്ടു. അവരത് മനസ്സിലാക്കി, അല്ലാത്തവരത് കണ്ടു. ഇന്ന് പോലീസ് അന്വേഷണത്തിൽ അത്തരൊരു സംഭവം നടന്നായിട്ട് യാതൊരു രേഖയുമില്ല. കാരണം മേയറും MLA ഒക്കെ സ്വന്തം ഞമ്മന്റെ ആളായതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും കാര്യങ്ങൾ പോകുന്നു. ഇവിടെ 5 ചെറുപ്പക്കാർ മരണപ്പെട്ടു. ഈ 5 ചെറുപ്പക്കാർ മരണപ്പെട്ടതിന്റെ 1-ാം പ്രതിയായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാറിനെയും 2-ാം പ്രതിയായിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും 3-ാം പ്രതിയായിട്ടെങ്കിലും ഇവരെയൊക്കെ മേച്ചോണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർക്കേണ്ടതാണ്. 4-ാമത്തെ പ്രതിയായിട്ട് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതാണ് ശരിക്ക് ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് 19 വയസ്സാണ്. ഈ 19 വയസ്സായ ഈ ചെറുപ്പക്കാർ 1 വർഷത്തിനുള്ളിലാണല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടാകുക. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് വാഹനം ഓടിക്കാൻ അറിയോ, അതിനുള്ള മറ്റു കാര്യങ്ങളുണ്ടോ? കെ ബി ഗണേഷ്കുമാർ എന്തൊക്കെയോ പുതിയ പരിഷ്കാരങ്ങളിലൂടെയാണ് ലൈസൻസ് കൊടുക്കുന്നതൊക്കെ പറയുന്നത് കേട്ടു. അപ്പോ അതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാകുക. അപ്പോ അത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തത് ഈ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്കാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരവാദി മന്ത്രിയല്ലേ? മന്ത്രി അതിന് സമാധാനം പറയണ്ടേ? ഇനി ഒന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ സ്കിഡായി പോകുന്ന അത്തരം റോഡുകൾ ഉണ്ടാക്കിയത് ആരാ? ഇവിടെ മാത്രമേ ഉള്ളൂ റബ്ബറൈസ്ഡ് റോഡുകളും മറ്റു റോഡുകളും ഒക്കെ. മറ്റ് രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയുടെ തന്നെ മറ്റു പല ഭാഗങ്ങളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിൽ ഒരു അപകടം ഈ രീതിയിൽ ഉണ്ടാകുന്നില്ലല്ലോ. ഈ രീതിയിൽ ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ അവിടെ പോകുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. നമ്മൾ തത്വം പറയും, വാഹനം ഓടുമ്പോൾ ഇത്ര മില്ലി ഇത്ര പ്രഷർ ഇങ്ങനെ നിൽക്കുന്നത്, ചവിട്ടി കഴിഞ്ഞാൽ ഇതിന് രണ്ടിന്റെ ഇടയിൽ വെള്ളം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അങ്ങോട്ട് പോകുന്നത്. എവിടെ പോകുന്നത്? അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോ ഇത്തരത്തിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുള്ള മന്ത്രിയും അല്ലെങ്കിൽ ആ സംവിധാനവും ഒക്കെ ഇവിടെ സുരക്ഷിതമായി നിൽക്കുമ്പോൾ ആ വാഹനം ഇവർക്ക് സിനിമയ്ക്ക് പോകാൻ കൊടുത്തു എന്ന ഒരൊറ്റ കാരണത്താൽ ആ വാഹനം ഉടമയ്ക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇവരെയൊക്കെ രക്ഷിക്കാൻ, ഇങ്ങനെ തടി ഊരാൻ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം ശ്രമിക്കുകയാണ്. എന്തൊരു അപഹാസ്യമാണ് കാര്യം. നമുക്കൊക്കെ വണ്ടിയുണ്ട്, നമ്മളൊക്കെ വണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാറുണ്ട്. അതുപോലെ മറ്റുള്ളവർ, നമ്മൾ ബന്ധുക്കൾ വണ്ടി ഓടിക്കാറുണ്ട്. നമ്മൾ ആകെ നോക്കുന്നതും ആകെ നിർദ്ദേശിക്കുന്നതും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ലൈസൻസ് ഉള്ള ആൾ ഓടിക്കണം, സീറ്റ് ബെൽറ്റ് നേരെ ഇടണം, അതുപോലെ വണ്ടി കൊടുക്കുമ്പോൾ വണ്ടിയുടെ പേപ്പർ എല്ലാം ക്ലിയർ ആണോ എന്ന് നമ്മൾ നോക്കും. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ആരും കൊടുക്കും. ഈ പറഞ്ഞ കെ ബി ഗണേഷ്കുമാർ വണ്ടി ഒരുപാടുള്ള വ്യക്തിയാണ്, അദ്ദേഹം കൊടുക്കും. അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, എന്റെ അപ്പുറത്തേക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇദ്ദേഹം വണ്ടി കൊടുത്തു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് 1.5 മാസം പരിചയമുള്ള മുഹമ്മദ് ജബ്ബാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് അനുജൻ, ആ അനുജൻ ഇവർക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഇവരെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് പോകാനാണ്, വണ്ടി ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കൊടുക്കാന്ന് പറഞ്ഞു, കൊടുത്തു. ഇനി ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അത് ഈ വാഹനമുടമ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് വരാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെ, നിങ്ങൾ പറ. ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുക തെറ്റാന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? ഈ ലൈസൻസ് എന്ത് ഉണ്ടാക്കന്മാരെ അവന് ലൈസൻസ് കൊടുത്ത് ഓടിച്ചവന്, അവൻ ലൈസൻസ് കൊടുത്ത് സർക്കാരിന് ഒരു കുറ്റവും ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയാൻ നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കാൻ. കണ്ട വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവുന്ന പരിശോധിച്ചിട്ട് മാത്രം ലൈസൻസ് കൊടുക്കണം. ഇത് പോക്കറ്റിന് അറിയാം പൈസ മേടിച്ചിട്ട് കണ്ടതിന് ലൈസൻസ് എടുത്ത് കൊടുത്തേക്കുക. എന്താ അത് തെറ്റില്ലേ? പിന്നെ ചേട്ടനെ ഓടിക്കാൻ അറിയാൻ ഓടിച്ചിട്ട് വേണം പേരിൽ മാത്രം ആക്സിഡന്റ് ഞാൻ പറഞ്ഞാൽ. മുഹമ്മദ് ജബ്ബാർ എന്നോട് പറഞ്ഞു, ഇക്ക ഒരു 1000 രൂപ ഉണ്ട്, എനിക്ക് അക്കൗണ്ടിൽ ഇട്ടതാ, എനിക്ക് കയ്യിലോട്ട് പൈസ ഇട്ടതാ, ഞാൻ ആ ഇക്കാക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്മൾ എന്തിനാ മോനെ? ഇക്ക അവൻ്റെ മൊബൈൽ ഓഫ് ആകാറായി, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക്
എണ്ണ അടിക്കാനോ ഫുഡ് കഴിക്കാനോ ഇപ്പോൾ കയ്യിൽ വേറെ ക്യാഷായിട്ടില്ല തരാൻ പറയും. അങ്ങനെ ഞാൻ തപ്പി 1000 രൂപ എടുത്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് മറ്റേ കൂടെ 3 പേരാവുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ മേല. എനിക്ക് മുഹമ്മദ് ജബ്ബാറിനെ മാത്രമല്ല ആ പരിചയത്തിൽ കൊടുത്തതാണ്, അവനെ കണ്ടു കൊടുത്തതാണ്. അപ്പം കൂടെ ഉള്ള ഒരു പയ്യനോട് പറഞ്ഞിട്ടാ നീ ഒരു 1000 രൂപ ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ട് വന്നതാ. ഈ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളായിരുന്നു? അതെ, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ. നമ്മൾ സൂക്ഷിച്ചാൽ നടക്കുന്ന ആ വണ്ടിക്ക്. ആ വണ്ടി വേറെ ആക്സിഡൻറ്റും പറ്റിയിട്ടുമില്ല. ഇപ്പൊ ഈ നഷ്ടപരിഹാരം കിട്ടും. അങ്ങനെ റെന്റ് കൊടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഞാൻ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടേ കൊടുക്കുക. മറ്റുള്ള ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് റെന്റ് കൊടുത്തിരുന്ന വണ്ടിക്കൊക്കെ ഫുൾ കവർ ഇൻഷുറൻസ് ആയിരുന്നു, ബമ്പർ ടു ബമ്പർ ആയിരുന്നു. ഇവിടെ പോലീസ് എന്ന് പറഞ്ഞാലും പോലീസ് എന്ത് കണ്ടെത്തിയാലും ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ഈ റെന്റ് കൊടുക്കുന്ന വണ്ടി, റെന്റ് കാർ ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ കവർ ഇൻഷുർ ഉണ്ടാവും. കാരണം ഈ കൊണ്ടുപോകുന്നതിന് ഏത് തരത്തിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന് തേർഡ് പാർട്ടി ഇൻഷുറേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സെൽഫായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി പരിചയത്തിന്റെ പുറത്ത് കൊടുത്തു എന്ന് വ്യക്തമാണ്. പക്ഷെ അത് ഈ പോലീസിനാണ് അത് മനസ്സിലാകാത്തത്. 1000 രൂപ കൊടുത്തു അതുകൊണ്ട് വണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്താണ് ഒരു വലിയൊരു കുറ്റമായി മാറുന്നത്? ഇവിടെ വാടകയ്ക്ക് വണ്ടി കൊടുത്തു, ആ വാടക വണ്ടി ഓടിച്ചു എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്തതാണ് കുറ്റം. അല്ലാതെ ഈ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി 5 പേർ മരിച്ചതല്ല കുറ്റം, കൊടുത്തവനാണ് കുറ്റം. ഇപ്പോ അയാളെ വണ്ടിക്ക് പേപ്പറില്ലായിരുന്നോ? തേർഡ് പാർട്ടി ഇൻഷുർ ഇല്ലായിരുന്നോ? തേർഡ് പാർട്ടി മതിയല്ലോ. തേർഡ് പാർട്ടി ഇൻഷുർ എന്ന് പറഞ്ഞാൽ ആ വണ്ടി നഷ്ടമാണ് അയാൾക്ക്, അത് നഷ്ടപ്പെട്ടു, മുഴുവൻ പണവും പോയി. തേർഡ് പാർട്ടി ആയതുകൊണ്ട് എനിക്ക് കിട്ടില്ല, 1 രൂപ പോലും അയാൾക്ക് ഇൻഷുർ കിട്ടില്ല. അപ്പൊ അത്രത്തോളം ഒരു മുതൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന, വിൽക്കാൻ വെച്ചിരുന്ന ഒരു മുതൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ മണ്ടയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തിക്കൊണ്ട് തങ്ങളുടെ കുറ്റം ഇറക്കി വെക്കാൻ ശ്രമിക്കുന്ന ഈ കുറ്റാന്വേഷണ നിലപാടുണ്ടല്ലോ, അതിനെ അംഗീകരിക്കാൻ കഴിയണില്ല. എത്ര തന്നെ പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മുട്ടേന്ന് വിരിയാത്ത കുട്ടികൾക്ക് അവർക്ക് 18 വയസ്സ് തികഞ്ഞു എന്ന കാരണത്താൽ മതിയായ പരിശീലനം നൽകി കൃത്യമായ നിർദ്ദേശത്തോടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? കാശ് വാങ്ങി കൊടുക്കണം എന്തിനാ? അങ്ങനെ കൊടുത്തിട്ടല്ലേ കുഴപ്പം. ഇവര് 10 മിനിറ്റ്, ആ 10 മിനിറ്റ് കൊണ്ട് സിനിമയ്ക്ക് ഓടിയെത്തണം. ഏത് രീതിയിലാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. ആ അപകടത്തിന്റെ ദൃശ്യം കണ്ടാൽ അറിയാം അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ്. ആ അലക്ഷ്യമായ ഡ്രൈവിംഗിൽ അവർ അപകടം വിളിച്ചു വരുത്തുകയായിരുന്നു. അത് എത്ര കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് സ്വയം വിളിച്ചു വരുത്തിയ അപകടമാണ്. അത്തരത്തിൽ അപകടം ഉണ്ടാകാതെ വണ്ടി ഓടിച്ചു പോകേണ്ട ഉത്തരവാദിത്വം ഓരോ ഡ്രൈവർമാർക്കുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അവർക്ക് കൃത്യമായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇയാൾ വണ്ടി കൊടുത്തതിൽ എന്താ തെറ്റ്? 1000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അയാൾ റിസീറ്റ് എഴുതി വാങ്ങിയിട്ടുണ്ടോ? ആർക്കെല്ലാം 1000 രൂപയും 500 രൂപയും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയാളെ ബാങ്ക് അക്കൗണ്ട് വാങ്ങുന്നു, അയാളെ ഗൂഗിൾ പേന്റെ ഇത് വാങ്ങുന്നു, അയാൾ RC ബുക്ക് വാങ്ങുന്നു, എല്ലാം നോക്കുന്നു. അയാളെ പ്രതിയാക്കിക്കൊണ്ട് ഈ 5 പേരുടെ കൊലക്കുറ്റം അയാളെ മണ്ടയിൽ വെച്ചു കൊടുത്തിട്ട് അയാൾ വണ്ടി കൊടുത്തത് കൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാണ്. അങ്ങനെയാണ് കേസ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മന്ത്രി KB ഗണേഷ്കുമാറും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇവിടെ പ്രതികളെന്ന് പറഞ്ഞത്. വാഹനം കൊടുത്ത ഈ വ്യക്തി പ്രതിയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് കൊടുത്തിട്ടുള്ള, അയാൾക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി KB ഗണേഷ്കുമാറും പ്രതിയാവും. ഇനി ആ ചെറുപ്പക്കാർക്ക് ഓടിക്കാൻ വേണ്ടി വാഹനം വിട്ടുകൊടുത്തത്, ഇതിന്റെ ഉടമ വിട്ടുകൊടുത്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കാൻ വേണ്ടി റോഡ് പണിയെടുത്തിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരും അതിന് ബന്ധപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസും ഇവരെ 2 മന്ത്രിമാരെയും ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം മേയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിയാകണ്ടേ? ഈ വാഹന ഉടമയെ പ്രതിയാക്കിയ ഒരു കണ്ടീഷൻ വെച്ച് നോക്കണമെങ്കിൽ അതാകണ്ടേ? അവർ നോക്കേണ്ടത് എന്താണ്? ഈ വാഹനം പൊതുനിരത്തിൽ ഓടാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരുന്നോ? ഇൻഷുർ ഉണ്ടായിരുന്നോ? പേപ്പർ ഉണ്ടായിരുന്നോ? കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു? ഈ കാര്യം നോക്കിയാൽ പോരെ? അതിന്റെ പിന്നാമ്പുറം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ നവീൻ ബാബുവിന്റെ കേസ് നോക്കുന്നത് പോലെ കാര്യങ്ങള്. നവീൻ ബാബു മരണപ്പെട്ടു, VP ദിവ്യ ആ രീതിയിൽ ആഘോഷിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അത് ആത്മഹത്യയായാലും കൊലപാതകമായാലും നഷ്ടപ്പെട്ടത് നവീൻ ബാബുവിന്റെ ജീവനാണ്, നഷ്ടപ്പെട്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനാണ്. അവിടെ കേസ് നടക്കുന്നത് എങ്ങനെയാ? നവീൻ ബാബു കുറ്റക്കാരനോ എന്ന അന്വേഷണം നടക്കുന്നേ. അയാളെ മരണകാരണത്തെ കുറിച്ച് നോക്കണേയില്ല, കൊലപാതകമാണോ എന്ന് യാതൊരു അന്വേഷണവും ഇല്ല. അതുപോലെയാണ് ഇവിടെയും കാര്യങ്ങൾ. KSRTC ഡ്രൈവർ യദുവിന്റെ കാര്യം അത് തന്നെയല്ലേ? അവിടെ കുറ്റം ചെയ്തത് മേയറും MLA ആണെന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ അവരെ വെള്ളപൂശിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ അന്വേഷണം നടക്കുന്നത്. ഇവിടെയും അത് തന്നെ. ഈ 5 ചെറുപ്പക്കാർ വാഹനം എടുത്തു പോയി, സമയം വൈകിയത് കൊണ്ട് അവർ വാഹനം അതിവേഗതയിൽ ഓടിച്ചു, അവർക്ക് കയ്യിൽ നിന്ന് പോയി, നിയന്ത്രണം വിട്ടു. KSRTC ബസ്സിൽ കൊണ്ട് ചിടിച്ചു, 5 പേർ മരിച്ചു, ബാക്കിയുള്ളവർക്ക് പരിക്ക്, ഒരുത്തൻ രക്ഷപ്പെട്ടു. അത് അവർ ചോദിച്ചു വാങ്ങിയ അവരുടെ അപകടം. അതിന് ഈ വാഹന ഉടമയുടെ മണ്ടയിൽ കൊണ്ട് വെക്കണമെന്നില്ല. ഈ വാഹന ഉടമ പ്രതിയാണെന്നുണ്ടെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുപ്രതികളാകണം എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.